സുധാകരൻ പറഞ്ഞു തുടങ്ങി. പ്രതാപ് സാർ പറഞ്ഞത് പ്രകാരം ഞാൻ ആ പെണ്ണിന്റെ ശരീരവുമായി ഒരു കാട്ടുപ്രദേശത്തേക്ക് ചെന്നു. ആ നിമിഷം സുധാകരന്റെ മനസ്സ് പഴയ ഓർമ്മകളിലേക്ക് സഞ്ചരിച്ചു. ആ കൊടും വനത്തിൽ വണ്ടിയിൽ നിന്നും ബോഡി ഇറക്കി ചാക്കിന്റെ കെട്ടഴിക്കാൻ നേരം ആ പെണ്ണിന്റെ നഗ്ന ശരീരം സുധാകരൻ തന്റെ കാമക്കണ്ണുകളാൽ കൊത്തി വലിച്ചു. ആ പെണ്ണുടൽ കാണും തോറും അവനിൽ വികാരങ്ങൾ സൃഷ്ടിച്ചു. ഡെഡ് ബോഡി ആണെന്ന് പോലും ഓർക്കാതെ സുധാകരൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി. ആ നേരത്താണ് അവളിൽ നിന്ന് ഒരു ഞരക്കം പോലെ കേൾക്കുന്നത്. ആ നിമിഷം അവളുടെ ചുടുനിശ്വാസം സുധാകരന്റെ കഴുത്തിൽ പതിഞ്ഞു. അവൾ മരിച്ചിട്ടില്ലെന്ന് സുധാകരൻ ഉറപ്പിച്ചു. സുധാകരന്റെ വേഗത കൂടിയതും അവൾ വേദന കൊണ്ട് പുളഞ്ഞു. മതി വരാത്തപ്പോൾ സുധാകരൻ അവളിലേക്ക് ഒന്നുകൂടെ അമർന്നു. ആ നിമിഷം അവൾ വേദന സഹിക്കാനാവാതെ സുധാകരന്റെ കഴുത്തിന്റെ ഭാഗത്തേക്ക് അമർത്തി കടിച്ചു. സുധാകരൻ എത്ര ശ്രമിച്ചിട്ടും അവൾ കടിവിട്ടില്ല. അവളുടെ പല്ലുകൾ അവന്റെ കഴുത്തിലേക്ക് ആഴ്ന്നിറങ്ങി. ചോര പൊടിഞ്ഞു. ആ നേരത്ത് സുധാകരൻ തന്റെ പോക്കറ്റിൽ കിടക്കുന്ന ടൂൾ പിക്കർ എടുത്ത് അവളുടെ നെഞ്ചു നോക്കി കുത്തി. ആ നിമിഷം അവൾ സുധാകരന്റെ മുടി കടിച്ചു പറിച്ചെടുത്തു. സുധാകരൻ വേദന സഹിക്കാനാവാതെ അവളുടെ നെഞ്ചിലേക്ക് ടൂൾ പിക്കർ എടുത്ത് ഒന്നുകൂടെ ആഴ്ത്തിയതും അവളുടെ പിടി അയഞ്ഞു തുടങ്ങി. അവളുടെ ജീവൻ പോകുന്നത് സുധാകരൻ വല്ലാത്ത ഭാവത്തോടെ നോക്കി നിന്നു. സുധാകരൻ അവൾ മരിച്ചെന്ന് ഉറപ്പുവരുത്തി. കലി അടങ്ങാത്ത സുധാകരൻ അവളുടെ നെഞ്ചിൽ നിന്നും ടൂൾ പിക്കർ വലിച്ചൂരി പിന്നെയും പിന്നെയും അവളിലേക്ക് തന്റെ കാമം ഒഴുക്കിക്കൊണ്ടിരുന്നു. അതിനിടയിൽ എന്തോ ശബ്ദം കേട്ട് സുധാകരൻ അവളിൽ നിന്നും പിൻവാങ്ങി ബോഡി വീണ്ടും ചാക്കിൽ കെട്ടി തന്റെ കാറിൽ കയറ്റി. അപ്പോഴേക്കും സമയം 6:30 കഴിഞ്ഞിരുന്നു. രോഹിത്തിന്റെ കാര്യം ഓർമ്മ വന്ന സുധാകരൻ വണ്ടി അങ്ങോട്ടേക്ക് തിരിച്ചു. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രക്കിടയിൽ രോഹിത് തന്റെ ഫോണിൽ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് സുധാകരന്റെ ഫോൺ വാങ്ങി ജോസഫിനെ വിളിച്ച് സംസാരിച്ചു. നിധിയെക്കുറിച്ച് അന്വേഷിച്ചു. ഇതിനിടയിൽ വണ്ടിയുടെ ടയർ പഞ്ചറായതും സുധാകരൻ ഇപ്പോൾ റെഡിയാക്കാമെന്നും പറഞ്ഞ് പുറത്തിറങ്ങി. കോൾ അവസാനിപ്പിച്ചതും രോഹിത്തിന്റെ കൈ തട്ടി ഫോണിലെ പ്രീവിയസ് വിൻഡോ ഓപ്പൺ ആയി. ഒരു നിമിഷം അതിലെ വീഡിയോയിലേക്ക് രോഹിത്തിന്റെ കണ്ണുകൾ ഉടക്കി. ആ നിമിഷം വല്ലാത്തൊരു ഞെട്ടലോടെ അവന്റെ കയ്യിൽ നിന്നും ഫോൺ താഴെ വീണു. അതെടുക്കാൻ കുനിയവെയാണ് സീറ്റിനടിയിലെ ചാക്കും രക്തവും രോഹിത് കാണുന്നത്. ചാക്കിന്റെ കെട്ടഴിച്ച രോഹിത് തറഞ്ഞു പോയിരുന്നു. ഇനിയും താൻ സുധാകരന്റെ കൂടെ യാത്ര ചെയ്യുന്നത് തനിക്ക് അപകടമാണെന്ന് തോന്നിയ രോഹിത് ആ ഫോൺ സീറ്റിൽ വെച്ച് ശബ്ദമുണ്ടാക്കാതെ വണ്ടിയിൽ നിന്നിറങ്ങി. ഇതേ സമയം എന്തോ ഓർമ്മ വന്ന സുധാകരൻ തന്റെ പ്രവൃത്തി നിർത്തി വണ്ടിയുടെ ഡോർ തുറന്നു. വണ്ടിയിൽ രോഹിത് ഇല്ലായിരുന്നു. മൃതദേഹം കെട്ടിയ ചാക്ക് തുറന്നു കിടപ്പുണ്ട്. ഫോൺ സീറ്റിൽ കിടപ്പുണ്ട്. അതിൽ നേരത്തെ എടുത്ത വീഡിയോ പ്ലേ ആവുന്നുണ്ട്. ആരോ ഓടുന്ന ശബ്ദം കേട്ട് സുധാകരൻ തിരിഞ്ഞു നോക്കി. അത് രോഹിത് ആയിരുന്നു. അതിനിടയിൽ ഒരു ഓട്ടോ വന്നതും രോഹിത് ആ ഓട്ടോയിൽ കയറി അവിടെ നിന്ന് പോയി. സുധാകരൻ പറഞ്ഞു തീർന്നതും കോടതി മുറിക്ക് നിശബ്ദത പരന്നു. പല മുഖങ്ങളിലും സുധാകരനോടുള്ള വെറുപ്പ് പ്രകടമായിരുന്നു. ദിശയ്ക്ക് അവനെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി. അവൾ സുധാകരനെ ദഹിപ്പിച്ചു നോക്കി. സുധാകര, മരിച്ചു കിടക്കുന്ന ഡെഡ് ബോഡിയെ പോലും വെറുതെ വിടാതെ കാമ കണ്ണുകളോടെ നോക്കിയ താനേ എന്റെ കണ്ണിൽ പുഴുത്ത പട്ടിക്ക് തുല്യമാണ്. താനും ഈ നിൽക്കുന്ന പ്രതാപും പകൽമാനായ മന്ത്രി തോമസും ഏതാണ്ട് ഒരേ ഗണത്തിൽ പെടുന്നവരാണ്. നിങ്ങൾ ഒന്നും ഓർക്കണം. നിങ്ങൾ 3 പേരും കൂടി പിച്ച് ചീന്തിയ പെണ്ണുണ്ടല്ലോ, അതുപോലൊരു പെണ്ണിന്റെ വയറ്റിൽ നിന്നാണ് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണത്. ആ പെണ്ണിന്റെ സ്ഥാനത്തെ നിങ്ങളുടെ അമ്മയോ ഭാര്യയോ പെങ്ങളോ മകളോ ആയിരുന്നെങ്കിലോ നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. നിങ്ങൾക്കത് സഹിക്കോ? അതുപോലെ ഓരോ പെണ്ണും ആരുടെയൊക്കെയോ അമ്മയാണ്, അല്ലെങ്കിൽ ഭാര്യയാണ്, പെങ്ങളാണ്, മകളാണ്. ഞാനിത് ആരോടായി പറയണതല്ലേ? അമ്മയും പെങ്ങളെയും ഭാര്യയും മകളെയും ഒരേ കണ്ണിലൂടെ കാണുന്ന നിങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടെന്നറിയോ? കല്ലെറിഞ്ഞു കൊല്ലണം, അല്ലെങ്കിൽ കഴുത്ത് വെട്ടണം. അല്ലാതെ ജയിലിൽ കൊണ്ടുപോയി 3 നേരം തീറ്റി പോറ്റുകയല്ല വേണ്ടേ. ദിശക്ക് കലി അടക്കാനായില്ല, യുവർ ഓണർ. ഇത് മാത്രമല്ല ഈ നീചന്മാർ ചെയ്തത്. ഒരു തെറ്റും ചെയ്യാത്ത ഒരു പാവം മനുഷ്യനെ കൂടി ഇവന്മാർ കൊന്നൊടുക്കിയില്ലേ? യെസ് യുവർ ഓണർ. സുധാകരന്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ രോഹിത് പിന്നീട് ഒരു ഓട്ടോയിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. രോഹിത് പോലീസിനെ വിവരം അറിയിച്ച താൻ കൂടി പെടുമെന്ന് ഭയന്ന സുധാകരൻ ഇത് പ്രതാപ് പോത്തനെന്ന ഇയാളെ വിളിച്ചറിയിക്കുന്നു. അതിന്റെ കൂടെ അയാളോടൊരു കള്ളവും പറയുന്നു. നേരത്തെ ആ കാട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, അതിനാ തനിക്ക് ഡെഡ് ബോഡി കത്തിക്കാൻ അവസരം കിട്ടിയിരുന്നില്ലെന്നും ഇനിയും ആ ഡെഡ് ബോഡി കാറിൽ കൊണ്ട് നടക്കുന്നത് സേഫ് അല്ലെന്നും
എവിടെയെങ്കിലും കളയണമെന്നും രോഹിത്തിന്റെ കാര്യം താൻ നോക്കിക്കോളാമെന്നും പ്രതാപ് സുധാകരനോട് പറയുന്നു. സുധാകരൻ പറ്റൊരിടം നോക്കി ട്രീസയുടെ ഡെഡ് ബോഡി കളയുന്നു. ഇതേസമയം അപരാജന്റെ കാറിൽ പ്രതാപിന്റെ ഗുണ്ടകൾ രോഹിതിനെ പിന്തുടരുന്നു. ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്ര തിരിച്ച രോഹിതിന് പിന്നാലെ പ്രതാപിന്റെ ആൾക്കാരുണ്ടായിരുന്നു. ഓട്ടോ റെയിൽവേ സ്റ്റേഷന് അരികിലേക്ക് എത്താറായതും അവന്മാർ ഓട്ടോയെ തടഞ്ഞു നിർത്തി. രോഹിത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി. അതിനിടയിലാണ് തനലുമായി കൂട്ടിയിടിക്കുന്നത്. ആ സമയത്താണ് തന്റെ അവസ്ഥ പറയാൻ രോഹിത് തന്റെ ഫോൺ എടുത്ത് DCPക്ക് വിളിക്കുന്നത്. പക്ഷേ അതിനു മുൻപേ തനലുമായി കൂട്ടിമുട്ടി ഫോൺ താഴെ വീണു. തന്റെ പിന്നാലെ ആൾക്കാരുണ്ടെന്ന് കണ്ടതും രോഹിത് സ്വയം സുരക്ഷയ്ക്ക് വേണ്ടി അവിടെ നിന്ന് മറഞ്ഞു നിന്നെങ്കിലും അവന്മാർ രോഹിത്തിനെ കണ്ടുപിടിച്ചു തങ്ങളുടെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നു. ഈ സമയത്ത് പ്രതാപ് തന്ത്രപൂർവ്വം അവറാച്ചന്റെ വണ്ടിയാണ് കിഡ്നാപ്പിംഗിന് ഉപയോഗിച്ചത്. കേസ് വന്ന അവറാച്ചൻ കുടുങ്ങിക്കോളും എന്നതായിരുന്നു അതിന് പിന്നിൽ. ഈ രംഗമാണ് സനൽ തന്റെ ക്യാമറയിൽ പകർത്തിയത്. കിഡ്നാപ്പ് ചെയ്യുമ്പോൾ 4 പേരുണ്ടായിരുന്നു. 4 പേരും മുഖംമൂടി ധരിച്ചിരുന്നു. അതിനിടയിൽ ഒരാൾ മുഖംമൂടി മാറ്റി വായക്കകത്തേക്ക് എന്തോ വെക്കുന്നത് നമുക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ബാക്കിയൊക്കെയും അയാൾ നേരിട്ട് നമ്മളോട് പറയുന്നതായിരിക്കും. അത്രയും പറഞ്ഞ് ദിശ നിർത്തിയതും അടുത്ത നിമിഷം അയാളെ കോടതിക്ക് മുൻപിൽ ഹാജരാക്കി. എന്താ പേര്? ദിശ ചോദിച്ചു. ഹരീഷ്. കൊല്ലപ്പെട്ട രോഹിത്തിന് ഹരീഷിന് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. രോഹിത്തിനെ തട്ടിക്കൊണ്ടുപോയ കൂട്ടത്തിലെ ഹരീഷ് ഉണ്ടായിരുന്നു. ഇനി പറ, ഹരീഷാണോ രോഹിത്തിനെ കൊന്നത്? അല്ല. പിന്നെ? ആ നിമിഷം ഹരീഷ് എന്ത് പറയണം എന്നറിയാതെ പ്രതാപിനെ നോക്കി. ഹരീഷ് അങ്ങോട്ട് നോക്കണ്ട. അയാൾ തരുന്ന പണത്തിനനുസരിച്ച് നിങ്ങൾ ഒരു പാവ മനുഷ്യനെ തട്ടിക്കൊണ്ടുപോയി ഇനി അയാളെ സംരക്ഷിക്കാൻ നോക്കിയാൽ പേടുന്നത് ഹരീഷ് ആയിരിക്കും. വീട്ടിലെ അമ്മയും പെങ്ങന്മാരൊക്കെ ഉള്ളതല്ലേ, എന്തിനാ വെറുതെ? അതുകൊണ്ട് ഹരീഷ് ഉള്ളതുപോലെ അങ്ങ് പറ. ദിശ പറഞ്ഞത് കേട്ടതും ഹരീഷ് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നിന്നു. ശേഷം കോടതിക്ക് മുൻപാകെ അന്ന് നടന്നത് പറയാൻ തുടങ്ങി. രോഹിത്തിനെ കൈയിൽ കിട്ടിയെന്ന വാർത്ത ഞങ്ങൾ അപ്പൊ തന്നെ പ്രതാപ് സാറിനെ വിളിച്ചറിയിച്ചു. അന്നേരം സാറ് രോഹിത്തുമായി ഒരു സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞു. ലൊക്കേഷൻ ഞങ്ങൾക്ക് അയച്ചു തന്നു. ഞങ്ങൾ അത് പ്രകാരം വണ്ടി അങ്ങോട്ട് തിരിച്ചു. വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡിനരികിൽ 2 പോലീസുകാരെ കാണുന്നത്. ഞങ്ങൾ വണ്ടി പോലീസ് കാണാതെ ഒതുക്കി നിർത്തി. പ്രതാപ് സാറിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അതിലൊന്ന് DCP ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇതിനിടയിൽ പോലീസ് വണ്ടി ശ്രദ്ധിക്കുന്നെന്ന് തോന്നിയതും പ്രതാപ് സാറിന്റെ നിർദ്ദേശപ്രകാരം പോലീസിനെ ഇടിച്ചു വീഴ്ത്തി വണ്ടി നിർത്താതെ പോവുകയായിരുന്നു. കേസ് വന്ന അവരാജ മുതലാളിയെ പൊക്കിക്കോട്ടെ എന്നായിരുന്നു പ്രതാപ് സാർ പറഞ്ഞത്. പിന്നീട് ഞങ്ങൾ രോഹിതുമായി പ്രതാപ് സാർ പറഞ്ഞ ലൊക്കേഷനിലെത്തി. അവിടുന്ന് സാറിന്റെ സാന്നിധ്യത്തിൽ സാറിന്റെ നിർദ്ദേശപ്രകാരം അയാളെ ഞങ്ങൾക്ക് ഇടിക്കേണ്ടി വന്നു. ഹരീഷ് പറഞ്ഞു നിർത്തി. എന്നിട്ട് നിങ്ങൾ 4 പേരും കൂടി അയാളെ കൊന്നു, അതോ ഈ നിൽക്കുന്ന നിങ്ങളുടെ പ്രതാപ് സർ ഒറ്റക്കാണോ കൊന്നത്? ദിശയുടെ സ്വരത്തിൽ ഹരീഷിനോടുള്ള വെറുപ്പ് പ്രകടമായിരുന്നു. ഞങ്ങൾ ആരുമല്ല അയാളെ കൊന്നത്, ഹരീഷ് പറഞ്ഞു. പിന്നെ? ദിശയുടെ ചോദ്യം കേട്ടതും ഹരീഷിന്റെ ഓർമ്മകൾ അന്നേ ദിവസത്തിലേക്ക് സഞ്ചരിച്ചു. പ്രതാപിന്റെ 4 ഗുണ്ടകളും ചേർന്ന് രോഹിത്തിനെ മർദ്ദിക്കുന്നുണ്ട്. ആദ്യം രോഹിത് പ്രതിരോധിക്കാൻ ശ്രമിച്ചുവെങ്കിലും കൂട്ടത്തോടെയുള്ള ആക്രമണം അയാൾക്ക് ചെറുത്തു നിൽക്കാനായില്ല. രോഹിത്തിന്റെ ശരീരത്തിലെ മുറിവുകളിൽ നിന്നും വായിൽ നിന്നും രക്തമൊലിക്കുന്നുണ്ട്. അതിനിടയിൽ പ്രതാപ് തന്റെ അരയിൽ നിന്നും കത്തിയെടുത്ത് രോഹിത്തിന് നേരെ നടന്നതും അവരൊക്കെയും തള്ളി മാറ്റി രോഹിത് രക്ഷപ്പെടാൻ ശ്രമിച്ചു. രോഹിത് തിരിഞ്ഞു നോക്കിക്കൊണ്ട് മുന്നോട്ട് ഓടുന്നതിനിടയിൽ ഇരുട്ടിലൂടെ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. സുധാകരനായിരുന്നു അത്. സുധാകരനെ കണ്ടതും രോഹിത്തിൽ പ്രതീക്ഷ നിറഞ്ഞു. ചേട്ടാ, പെട്ടെന്ന് വണ്ടി എടുക്ക്, ഇല്ലെങ്കിൽ അവരെന്നെ കൊല്ലും. വാ ചേട്ടാ, നമുക്ക് പോവാം. ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് രോഹിത് മുന്നോട്ട് ഓടാനൊരുങ്ങവേ സുധാകരൻ തന്റെ കൈ നീട്ടി രോഹിത്തിന് മുന്നിൽ തടസ്സം സൃഷ്ടിച്ചു. അപ്പോഴേക്കും പ്രതാപം ഗുണ്ടകളും കത്തിയുമായി അങ്ങോട്ടെത്തി. ചേട്ടാ, അയാളോട് എന്നെ വെറുതെ വിടാൻ പറ. ഞാനിത് ആരോടും പറയില്ല. സത്യം, ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പൊയ്ക്കോളാം. ഇനി ഇങ്ങോട്ട് വരില്ല. സുധാകരൻ പ്രതാപിന്റെ ആളാണെന്ന് നേരത്തെ കണ്ട വീഡിയോയിൽ നിന്നും രോഹിത് മനസ്സിലാക്കിയിരുന്നു. അതിനാൽ അവൻ തന്റെ ജീവന് വേണ്ടി യാചിച്ചു. സുധാകര, അവനെ നീ തന്നെ അങ്ങ് തീർത്തേക്ക്, പ്രതാപ് പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞതും സുധാകരന്റെ മുഖഭാവം മാറുന്നത് രോഹിത് ശ്രദ്ധിച്ചു. രോഹിത്തിന്റെ ഉള്ളിൽ ഭയം നിറഞ്ഞു. ചേട്ടാ, എന്റെ കുഞ്ഞിനെ ഞാനല്ലാതെ മറ്റാരില്ലെന്ന് ചേട്ടൻ അറിയാവുന്നതല്ലേ. എന്റെ കുഞ്ഞിനെ ഓർത്ത് എന്നെ പോവാൻ അനുവദിക്കണം. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. എന്റെ സ്വന്തം ചേട്ടനെ പോലെയാണ് ഞാൻ നിങ്ങളെ കരുതിയെ. വേണമെങ്കിൽ എന്റെ സമ്പാദ്യം മുഴുവൻ ഞാൻ നിങ്ങൾക്ക് തരാം. എന്റെ ബാഗ് നിങ്ങളുടെ കയ്യിലല്ലേ, അതിൽ ചെക്ക് ബുക്ക് ഉണ്ട്.
ഞാൻ ഒപ്പിട്ട് തരാം. രോഹിത് പറയുന്നത് കേട്ടതും സുധാകരന്റെ കണ്ണുകൾ വിടർന്നു. അങ്ങനെയാണെങ്കിൽ ഇവനെ പോവാൻ അനുവദിക്കാമല്ലേ? സുധാകരൻ പ്രതാപിനെ നോക്കി കണ്ണുകൊണ്ട് കാണിച്ചതിന് ശേഷം രോഹിത്തിനോടൊന്ന് പോലെ പറഞ്ഞതും പ്രതാപ് അമർത്തി മൂളി. അടുത്ത നിമിഷം പ്രതാപിന്റെ ഗുണ്ടകളിൽ ഒരുത്തൻ രോഹിത്തിന്റെ ബാഗുമായി അങ്ങോട്ട് വന്നു. രോഹിത് തന്റെ ബാഗിൽ നിന്നും ചെക്ക് ബുക്ക് എടുത്ത് അതിൽ 2-3 ലീഫിൽ സൈൻ ചെയ്തു സുധാകരന് നേരെ നീട്ടി. ബ്ലാങ്ക് ചെക്ക് ലീഫാണ്, എത്ര വേണമെങ്കിലും എടുക്കാം, രോഹിത് പറഞ്ഞു. 1 കോടി കാണോ? രോഹിത്തിൽ നിന്നും ചെക്ക് വാങ്ങിക്കൊണ്ട് സുധാകരൻ ചോദിച്ചു. അതിനു മുകളിൽ ഉണ്ടാവും. അത് കേട്ട് സുധാകരൻ ആർത്തിയോടെ ചെക്ക് ലീഫിൽ നോക്കി. എങ്ങനെ പൊയ്ക്കോട്ടെ? രോഹിത് പ്രതാപിനെ നോക്കി ചോദിച്ചതും പ്രതാപ് പൊയ്ക്കോ എന്ന പോലെ കൈകൊണ്ട് കാണിച്ചു. ആ നിമിഷം രോഹിത് ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിൽ സുധാകരനെ നോക്കി യാത്ര പറഞ്ഞു. ആ നിമിഷം സുധാകരൻ രോഹിത്തിന്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു. അനിയ, ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് എന്നോട് ദേഷ്യം തോന്നരുത്. എല്ലാം ഒരു നിമിത്താണെന്ന് കരുതിയാൽ മതി. ഇല്ല ചേട്ടാ, എനിക്ക് ദേഷ്യമൊന്നുമില്ല. ചേട്ടൻ പറഞ്ഞതുകൊണ്ടാണല്ലോ ഇവരെന്നെ വിട്ടത്. വളരെ നന്ദിയുണ്ട് എന്ന് രോഹിത് മറുപടി പറഞ്ഞതും സന്തോഷമായി അനിയ എന്നും പറഞ്ഞ് സുധാകരൻ രോഹിത്തിനെ കെട്ടിപ്പിടിച്ചു. അടുത്ത നിമിഷം സുധാകരൻ തന്റെ പോക്കറ്റിൽ നിന്നും ടൂൾ പിക്കർ എടുത്ത് രോഹിത്തിന്റെ നെഞ്ചിൽ ആഞ്ഞു കുത്തുന്നു. ആ നിമിഷം വേദന കടിച്ചു പിടിച്ച് രോഹിത് സുധാകരന് വേദന നിറഞ്ഞൊരു പുഞ്ചിരി സമ്മാനിച്ചു. ആ ചിരിക്ക് പിന്നിൽ ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. ആരുടെയും കണ്ണ് നിറക്കാൻ പാകത്തിലുള്ള ആ രംഗം മനുഷ്യത്വം തൊട്ടു തേണ്ടിയിട്ടില്ലാത്ത ആ നീചന്മാർ കണ്ടു രസിച്ചു. 2-3 തവണ സുധാകരൻ രോഹിത്തിന്റെ നെഞ്ചിലേക്ക് കുത്തുന്നുണ്ട്. നിമിഷങ്ങൾക്കകം രോഹിത് ജീവൻ വെടിഞ്ഞ് താഴെ വീണു. ഹരീഷ് പറഞ്ഞു നിർത്തി. കോടതി മുറിയാകെ നിശബ്ദത. ദിശയുടെ കണ്ണ് നിറഞ്ഞിരുന്നു. അവൾ നിറകണ്ണാലെ വെറുപ്പോടെ സുധാകരനെ നോക്കി. അഗസ്ത്യ നിറയാൻ വെമ്പുന്ന മിഴികളെ ശാസിച്ചു നിർത്തി മുഷ്ടി ചുരുട്ടി പിടിച്ചു. അഗ്നി എരിയുന്ന കണ്ണുകളോടെ സുധാകരനെ നോക്കി. അഖിലിന് തന്റെ കണ്ണുനീർ അടക്കി നിർത്താനായില്ല. തന്റെ സഹോദരൻ ജീവന് വേണ്ടി കെഞ്ചിയ രംഗം പിന്നെയും പിന്നെയും അവന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. മെല്ലെ തലചരിച്ച് അച്ഛനെ നോക്കിയപ്പോ അശോക് ഒന്ന് കരയാൻ പോലും ആവാതെ ഒരു പാവക്കണക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അവിടെയുള്ള ഓരോരുത്തരുടെ ഹൃദയത്തിലും രോഹിത്തും ട്രീസയും ഒരു നോവായി അവശേഷിച്ചു. ദിശ തന്റെ കണ്ണുകൾ അമർത്തി തുടച്ചു. യുവർ ഓണർ, ഇതാണ് ട്രീസയുടെ ബോഡിയിൽ നിന്ന് കിട്ടിയ ചിപ്പ്. ഈ ചിപ്പിന്റെ കാര്യം സുധാകരൻ പ്രതാപ് അറിയാതെ തന്ത്രപൂർവ്വം മന്ത്രി തോമസിനെ അറിയിച്ചു ഭീഷണിപ്പെടുത്തി. സംഭവം പുറത്തു വരാതിരിക്കാൻ മന്ത്രി സുധാകരന് ആവശ്യമുള്ള പണം നൽകി. ഫോറൻസിക് ഡോക്ടർ മുഖേന ഈ ചിപ്പ് അവർ ഒളിപ്പിച്ചു. ഒപ്പം ട്രീസയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാറ്റി എഴുതാനും അവർ പറഞ്ഞു. ചെയ്ത കുറ്റം മറക്കാൻ വേണ്ടിയാണ് സുധാകരൻ ട്രീസയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാറ്റാൻ കൂട്ടുനിന്നത്. ഇതേ സമയം പ്രതാപ് രോഹിത്തിന്റെ ബാഗിലുള്ള ഫോട്ടോസ് വെച്ച് DCP അഗസ്ത്യക്ക് നേരെ കരക്കൽ നീക്കി. അതിന് പ്രതാപിനെ സഹായിച്ചത് ഈ കുതന്ത്രശാലിയായ സുധാകരനും. ഒരേ സമയം എല്ലാ തോണിയിലും കാലിട്ട് നിന്ന സുധാകരനാണ് കൂട്ടത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ. ഇയാൾ സമ്പാദിച്ചതോ കോടികളും. സ്വന്തം ചേട്ടനെ പോലെ കണ്ട ആ പാവത്തിന്റെ അക്കൗണ്ടിൽ നിന്നും പണം മുഴുവൻ ഇയാൾ പിൻവലിച്ചു. ഈ 2 കൊലപാതകങ്ങളും നടത്തിയ സുധാകരൻ എന്ന നീചനെ നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. അതോടൊപ്പം ഈ ചിപ്പ് കോടതി പരിശോധിച്ച് പകൽ മാന്യനായ മന്ത്രി തോമസിന്റെ മുഖംമൂടി വലിച്ചു കീറി തക്കതായ ശിക്ഷ നൽകണമെന്നും ഈ 2 കൊലപാതകത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും നിയമം അനുശാസിക്കുന്ന ശിക്ഷ നൽകിക്കൊണ്ട് മരിച്ചുപോയ 2 നിരപരാധികളായ മനുഷ്യർക്ക് നീതി നടപ്പാക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. അതും പറഞ്ഞ ദിശ നടക്കാനൊരുങ്ങി. അതിനിടയിൽ സുധാകരനിലേക്ക് വീണ്ടും തിരിഞ്ഞു നോക്കി. സുധാകരൻ അന്നേരം ആരുടെയും മുഖത്ത് നോക്കാതെ തലയും താഴ്ത്തി നിൽക്കുന്നുണ്ട്. സുധാകര, നിയമം തനിക്ക് വിധിക്കുന്ന ശിക്ഷകൾക്കും അപ്പുറം ദൈവം കരുതി വെച്ചൊരു ശിക്ഷ തന്നെയും കാത്തിരിപ്പുണ്ട്. എന്റെ ഈ വാക്കുകൾ താൻ കുറിച്ചു വെച്ചോ. ഭൂമിയിൽ വെച്ച് തന്നെ നീ അത് അനുഭവിച്ച മതിയാവൂ. അത് കഴിഞ്ഞ് മരണം പോലും നിന്നെ തിരിഞ്ഞു നോക്കുകയുള്ളൂ. ദിശയുടെ വാക്കുകൾ കേട്ടതും ജഡ്ജ് രാമമൂർത്തി കൈയടിച്ചു. ആ കൈയടികൾ മതിയായിരുന്നു മറഞ്ഞു നിൽക്കുന്ന ആ 2 ആത്മാക്കൾക്ക് സന്തോഷിക്കാൻ. ദിശ രാമമൂർത്തിക്ക് നേരെ കൈകൾ കൂപ്പി നന്ദിയോടെ നോക്കി. അഗസ്ത്യക്ക് അത് അഭിമാന നിമിഷമായിരുന്നു. കേസിൽ ദിശയും അഗസ്ത്യവും കുറ്റക്കാരല്ലെന്ന് കോടതി വിധിച്ചു. യഥാർത്ഥ കുറ്റവാളികൾക്കുള്ള ശിക്ഷാവിധി നിർണയം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് കോടതി ഉത്തരവിറക്കി. അതിന്റെ കൂടെ
അമ്മത്തൊട്ടിലിൽ കഴിയുന്ന രോഹിത്തിന്റെ കുഞ്ഞ് ദിശയുടെ സഹോദരിയുടെ കുഞ്ഞു കൂടി ആയതുകൊണ്ട് കുഞ്ഞിനെ ദിശയ്ക്കും അഗസ്ത്യക്കും വിട്ടു നൽകാൻ കോടതി വിധിച്ചു. കേസിലെ ഓരോ പ്രതികളെയും സബ് ജയിലിലേക്ക് മാറ്റാൻ കോടതി ഉത്തരവിറക്കി. കോടതി സമയം അവസാനിച്ചതും പലരും പുറത്തിറങ്ങി. പ്രതികളെ പലരും വെറുപ്പോടെ നോക്കി. അവർ അച്ഛൻ പ്രതാപിനെ ദഹിപ്പിച്ചു നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു. ദിശ ഒരു നിമിഷം പോലും പാഴാക്കാതെ പുറത്തേക്കിറങ്ങി ദിയക്ക് കോൾ ചെയ്തു. ദിയ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചപ്പോഴാണ് ദിശക്ക് ശ്വാസം നേരെ വീണത് പോലും. ശ്യാമ എന്തിനത് ചെയ്തു എന്ന് ദിശയ്ക്ക് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ശ്യാമക്ക് പണി കൊടുക്കാനുള്ള സമയമാണിതെന്ന് ദിശ തിരിച്ചറിഞ്ഞു. ആ നിമിഷമാണ് അഗസ്ത്യവും ആര്യനും ഷിബുവും സനലും അങ്ങോട്ട് വരുന്നത്. ഷിബുവിനെയും സനലിനെയും ആര്യന്റെ കൂടെ പറഞ്ഞുവിട്ട അഗസ്ത്യ ദിശയും അവളുടെ അച്ഛനും അമ്മയുമായി കോടതി പരിസരം വിട്ടു. അഖിലിന്റെ കാറിലാണ് സുജാതയും അച്ഛമ്മയും അപ്പച്ചിയും മടങ്ങിയത്. എന്നാൽ കോടതിയിൽ നിന്നും ഇറങ്ങിയത് പിന്നെ അശോകിനെ അവരാരും കണ്ടിട്ടേയില്ല. അശോക് വീട്ടിലേക്ക് പോയി കാണുന്ന ധാരണയിലാണ് അവരൊക്കെ അവിടെ നിന്ന് മടങ്ങിയത്. ഇതേ സമയം അശോക് നുറുങ്ങുന്ന ഹൃദയവുമായി എങ്ങോട്ടെന്നില്ലാതെ ഡ്രൈവ് ചെയ്യുകയാണ്. അഗസ്ത്യയും ദിശയും പ്രഭാകരും ബീനയും നേരെ ചെന്നത് നിധിയെ കാണാനാണ്. കോടതിയുടെ അനുമതിയോടെ അവര് 4 പേരും ആ കുഞ്ഞുമായി അമ്മത്തൊട്ടിലിന് വെളിയെത്തി. ആ നിമിഷം തന്നെയാണ് അശോകിന്റെ വണ്ടി അങ്ങോട്ട് വരുന്നത്. വണ്ടിയിൽ നിന്നിറങ്ങി വരുന്ന അശോകിനെ കണ്ടതും അഗസ്ത്യയിൽ പുച്ഛ നിറഞ്ഞു. ദിശയുടെ കയ്യിലിരിക്കുന്ന നിധി അശോക് കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നു. അത് കണ്ട് അഗസ്ത്യ ഒഴികെ ബാക്കി 3 മുഖങ്ങളിലും അത്ഭുതം. അശോക് നിധിയെ ലക്ഷ്യം വെച്ച് നടക്കുന്നത് കണ്ട അഗസ്ത്യ ദിശയുടെ കയ്യിൽ നിന്നും നിധിയെടുത്ത് അശോകിനെ ശ്രദ്ധിക്കാതെ തന്റെ വണ്ടിക്കരികിലേക്ക് നടന്നു. ആ നിമിഷം ഒരക്ഷരം മറുത്ത് പറയാനാവാതെ അശോകിന് അഗസ്ത്യയുടെ പോക്ക് നോക്കി നിൽക്കാനേ ആയുള്ളൂ. വണ്ടിയിൽ കയറി അഗസ്ത്യ നീട്ടി ഹോൺ മുഴക്കുന്നത് കേട്ടതും ദിശ തന്റെ അച്ഛനെയും അമ്മയും വിളിച്ച് വണ്ടിക്കരികിലേക്ക് നടന്നു. വണ്ടിയിൽ കയറുന്നതിനിടയിൽ ദിശ ഒന്ന് തിരിഞ്ഞു നോക്കിയതും അശോക് അവിടെ തന്നെ നിൽപ്പുണ്ട്. അയാൾ ദിശയെ നോക്കി പുഞ്ചിരിച്ചപ്പോ എന്തോ ദിശക്ക് നേരം ഒരു പുഞ്ചിരി തിരികെ നൽകാതിരിക്കാനായില്ല. ദിശയും അമ്മയും പിറകിലും പ്രഭാകർ മുന്നിലുണ്ട്. നിധി പ്രഭാകരന്റെ കയ്യിലുണ്ട്. അയാൾ ആ കുഞ്ഞിനെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ദിശ തന്റെ അമ്മയുടെ തോളിൽ തലചായ്ച്ച് കിടപ്പുണ്ട്. അതിനിടയിൽ അവളുടെ ശ്രദ്ധ അഗസ്ത്യയിലേക്ക് നീണ്ടു. ഇത്രയും നേരമായിട്ടും ആൾ തന്നോടൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് അവളെ വേദനിപ്പിച്ചു. പ്രഭാകരനെയും ബീനയും വീട്ടിലിറക്കി ഇരുവരും നിധിയുമായി തങ്ങളുടെ ഫ്ളാറ്റിലേക്ക് മടങ്ങാനൊരുങ്ങി. അഗസ്ത്യ ഡ്രൈവിംഗ് സീറ്റിന് കയറിയതിന് പിന്നാലെ നിധിയുമായി ദിശ കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറി. അഗസ്ത്യ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ദിശയുടെ അരികിലേക്ക് നീ അവളുടെ മടിയിലിരിക്കുന്ന നിധിയുടെ കവളിൽ മുഖമിട്ട് രസിയതും കുഞ്ഞു കൂടുകൂടാ ചിരിച്ചുകൊണ്ട് കുഞ്ഞിക്കയ്യാലെ അവന്റെ മുടിയിൽ പിടിമുറുക്കി. അന്നേരം അഗസ്ത്യ അവളുടെ ഇരു കവളിലും മാറി മാറി ചുമച്ചു. അവൻ ദിശയെ ശ്രദ്ധിച്ചതേയില്ല. ദിശയിൽ അത് കുശുമ്പ് നിറച്ചു. നിധിക്കുട്ടി നാളെ ഈ ലോകത്തോട് വിളിച്ചു പറയണം കേട്ടോ, അന്നും ഇന്നും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്റെ പപ്പയാണെന്ന്. പറയോ? പറയടി കുഞ്ഞിപ്പെണ്ണെ, അഗസ്ത്യ ചോദിച്ചതും കുഞ്ഞിപ്പല്ലുകൾ കാട്ടി നിധി അവന് നിറഞ്ഞ പുഞ്ചിരി സമ്മാനിച്ചു. അത് കണ്ടതും അവൻ വിടർന്ന കണ്ണാലെ കുഞ്ഞിന്റെ നെറുകയിൽ ചുംബിച്ചു. ഐ ലവ് യു മൈ ലിറ്റിൽ പ്രിൻസസ്. പപ്പ ലവ്സ് യു എ ലോട്ട് ബട്ട് ലെസ് ദാൻ യുവർ മമ്മ. പപ്പയ്ക്കേ നിന്റെ മമ്മയെ ഒരുപാട് ഇഷ്ടം, മറ്റാരെക്കാൾ ഇഷ്ടം. ഈ കുന്നോളം ഇഷ്ടം എന്നൊക്കെ പറയല്ലേ, അതുപോലൊരിഷ്ടം, മറ്റാരോടും തോന്നാത്തൊരിഷ്ടം. അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും. ഇത്തവണ ദിശയുടെ കണ്ണിലേക്ക് നോക്കിയാണ് അവനത് പറഞ്ഞത്. അഗസ്ത്യയുടെ വാക്കുകൾ ദിശയുടെ ഹൃദയത്തിൽ എവിടെയോ തറഞ്ഞു. നേരത്തെ താൻ പറഞ്ഞിരുന്നല്ലോ അന്നും ഇന്നും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് തന്റെ അച്ഛനെയാണെന്ന്. അതാളെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അതിന്റെ പരിഭവമാണ് ഈ കാണിക്കുന്നത്. ദിശ സ്വയമേ എന്ന് പറഞ്ഞുകൊണ്ട് ചുണ്ടിലൊളിപ്പിച്ച ചിരിയാലെ അവനിലേക്ക് നോട്ടം പായിച്ചു. ഹേ ദിൽ, ഐ ലവ് യു. ഈ ഹൃദയം മുഴുവൻ നിങ്ങളല്ലേ. നിങ്ങളോടുള്ള എന്റെ സ്നേഹമാണെന്ന് തിട്ടപ്പെടുത്താനാവില്ല. അവളത് പറഞ്ഞു തുടങ്ങിയതും അഗസ്ത്യയുടെ ഹൃദയത്തിൽ തണുപ്പ് പടർന്നു. എന്നാലും ഇത്തിരി ജാടയിട്ടേക്കാന്ന് കരുതി അവളെ പാടെ അവഗണിച്ചുകൊണ്ട് അവൻ തിരികെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കാൻ ഒരുങ്ങിയതും ദേഷ്യത്തോടെ അവൾ അവന്റെ കോളറിൽ പിടിമുറുക്കി അവന്റെ അതരങ്ങളിൽ ചുംബിച്ചു. അവൻ തിരിച്ചു ചുംബിക്കാതെ ജാട ഇറക്കി. എന്താടോ തനിക്കിത്ര ജാട? ഐ ലവ് യു ടു പറഞ്ഞൂടെ? സൗകര്യമില്ല, അവൻ പറഞ്ഞു. ഇരുവരുടെയും അതരങ്ങൾ നൂലിന വ്യത്യാസത്തിലാണുള്ളത്. അതെന്താ സൗകര്യമില്ലാത്ത? ഒറ്റ കയ്യാലെ നിധിയെ ചേർത്ത് പിടിച്ചു, മറുകയ്യാലെ അവനെ തന്നോട് അടുപ്പിച്ചു. അവന്റെ ചുണ്ടിൽ കടിച്ചു വേദനിപ്പിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. അത് പറയാനും സൗകര്യമില്ല. ഇത്തവണ അവന്റെ കൈ അവളുടെ സാരിക്കുള്ളിലേക്ക് കടന്നു. അവളുടെ ഇരു മാറിലും അവന്റെ കൈ മാറി മാറി അമർത്തുകൊണ്ടേയിരുന്നു. ബ്ലൗസിന്റെ 2-3 ഹുക്കുകൾ അടർത്തി മാറ്റിയതും അവൾ
ധൈര്യം മുഴുവനായും ചോർന്നു തുടങ്ങി. ആ നിമിഷം അവൻ അവളുടെ അതരങ്ങൾ മുഴുവനായും സ്വന്തമാക്കി. ഒരു ചെറു ചുംബനത്തിന് ശേഷം അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു. അതിനിടയിൽ അവൻ അവളുടെ കവിളിൽ അമർത്തി കടിച്ചു. വീട്ടിലെത്തിക്കോട്ടെ, നിങ്ങൾക്ക് എന്നെ കാണിച്ചു തരുന്നുണ്ട് എന്നും പറഞ്ഞ് ദിശ അവനെ കൂർപ്പിച്ചു നോക്കി. തന്റെ കവിൾ അമർത്തി ഒഴിഞ്ഞു. നീ കാണിച്ചു തരണമെന്നില്ല, അല്ലാതെ തന്നെ നോക്കാൻ എനിക്കറിയാം. അതും പറഞ്ഞു അഗസ്ത്യ അവളെ നോക്കി സൈറ്റടിച്ചതും ദിശ അവന്റെ കയ്യിലേക്ക് ചെറുതായി അടിച്ചു. നാണില്ലാത്തവൻ, ദിശ പിറുപിറുത്തു. ഓ, വല്ല നാണക്കാരി വന്നിരിക്കുന്നു. രാത്രിയിലെ മോളുടെ ഈ നാണൊക്കെയും എവിടെ കൊണ്ടേ പണയം വെക്കുന്നേ? എനിക്ക് കുറച്ച് നാണം കടം വാങ്ങാനാ. സച്ചോട്ട പോവിടന്ന്. ഇങ്ങനാണേലേ ഞാനും പറയൂട്ടോ ഓരോന്നും. പറഞ്ഞു ഡ്രൈവ് ചെയ്യാൻ ഒരു എന്റർടൈൻമെന്റ് ഒക്കെ ആവല്ലോ. ഓടാ വൃത്തികെട്ടവനെ. ദിശ കൃത്രിമ ദേഷ്യത്തോടെ മുഖം വെട്ടിച്ചു. ഇന്നത്തെ രാത്രിയെ നമുക്ക് മനോഹരമാക്കണം കേട്ടോ. ആദ്യ രാത്രി പോലൊരു മനോഹരമായ രാത്രി. അവളുടെ കാതോരം ചുംബിച്ചുകൊണ്ടവൻ പറഞ്ഞു. എനിക്ക് നിങ്ങളോടത്തുള്ള ഓരോ രാത്രിയും അത്രമേൽ മനോഹരമായിരുന്നു. ഇനിയുള്ള രാത്രികളും അതുപോലെ മനോഹരമായിരിക്കും. അവന്റെ മുഖത്ത് നോക്കാതെയാണ് അവൾ അത് പറഞ്ഞത്. അവളുടെ വാക്കുകൾ കേട്ട അഗസ്ത്യയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അവൻ അതേ പുഞ്ചിരിയുമായി വണ്ടി മുന്നോട്ടെടുത്തു. ഇതിനോടകം തന്നെ ട്രീസ എന്ന പെണ്ണിന്റെയും രോഹിത് എന്ന യുവാവിന്റെയും യഥാർത്ഥ മരണ കാരണം മീഡിയയിലൂടെ കാട്ടുതീ പോലെ പടർന്നു. മന്ത്രി തോമസിന്റെ പൊയ്മുഖം ജനങ്ങൾക്ക് മുന്നിൽ അടർന്നു വീണു. അയാൾക്കെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർന്നു. അയാളുടെ കോലം കത്തിച്ചുകൊണ്ട് സ്ത്രീകൾ പ്രതിഷേധം അറിയിച്ചു. മന്ത്രി വസതിക്ക് നേരെ കല്ലേറുണ്ടായി. വീട്ടുകാർക്കും നാട്ടുകാർക്കും മുന്നിൽ അപമാനിതനായി. തോമസിന് മുറിയിൽ നിന്നും ഇറങ്ങാൻ പറ്റാതെയായി. വീട്ടിലെത്തിയ അഗസ്ത്യ ബാൽക്കണിയിൽ ഒരു ഒഫീഷ്യൽ ഫോൺ കോളിലായിരുന്നു. ഇതേ സമയം ദിശ നിധിക്ക് കഴിക്കാനൊക്കെ കൊടുത്ത് വാഷ്റൂമിൽ കിഡ്സ് ബാത്ടബിൽ ഇരുത്തി നിധിയെ കുളിപ്പിക്കുന്ന ജോലിയിലായിരുന്നു. ദിശ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ട് തന്റെ ജോലി ചെയ്യുകയാണ്. വാഷ്റൂമിൽ നിന്നും മമ്മയുടെയും കുഞ്ഞിന്റെയും പൊട്ടിച്ചിരികൾ കേൾക്കാമായിരുന്നു. ഇത് കേട്ടുകൊണ്ടാണ് അഗസ്ത്യ മുറിയിലേക്ക് വരുന്നത്. അവൻ വാഷ്റൂമിനരികിലേക്ക് നടന്നു. തുറന്നു കിടക്കുന്ന ഡോറിനരികിൽ നിന്നുകൊണ്ട് ആ മനോഹരമായ കാഴ്ച ചെറുപുഞ്ചിരിയാലെ നോക്കി നിന്നു. കുറച്ചു നേരം കഴിഞ്ഞതും അവന്റെ കണ്ണുകൾ ദിശയിലൂടെ അലഞ്ഞു നടന്നു. സ്ഥാനം മാറിക്കിടക്കുന്ന സാരിയും പുറത്തേക്ക് ദൃശ്യമാവുന്ന അവളുടെ മൃദുലതയും അവനേറെ പ്രണയത്തോടെ ആദ്യമായി കാണുന്ന പോലെ നോക്കി നിന്നു. ഇതിനിടയിൽ ദിശയുടെ ശ്രദ്ധ അഗസ്ത്യയിലേക്ക് നീണ്ടതും തന്റെ മാറിടക്കിലേക്ക് കൊതിയോടെ നോക്കി നിൽക്കുന്ന അഗസ്ത്യയാണ് അവൾ കാണുന്നത്. അവിടെ സ്ഥാനം തെറ്റിക്കിടക്കുന്ന തന്റെ സാരി കൊണ്ട് മാരം അടച്ചു പിടിച്ചു അവനെ കൂർപ്പിച്ചു നോക്കി. അതെ, DCP സാറിന് ഈ നിൽപ്പേ അത്ര സുഖമില്ല, പോയട്ടെ. പക്ഷേ വക്കീൽ കൊച്ചിന്റെ ഈ നിൽപ്പേ കാണാനേ ഭയങ്കര സുഖം. അഗസ്ത്യ മറുപടി പറഞ്ഞു. ഓ, സാറിന് ത്രില്ല് തോന്നുന്നുണ്ടാവും അല്ലേ? സത്യം, അഗസ്ത്യ നെഞ്ചിൽ കൈവച്ചുകൊണ്ടാണ് പറഞ്ഞത്. പോടാ. അന്നേരം ദിശ തന്റെ കയ്യിൽ കുറച്ച് വെള്ളമെടുത്ത് അവന്റെ മുഖത്തേക്ക് കുടഞ്ഞതും അവൻ ചെറുചെറിയാലെ മുഖം വെട്ടിച്ചു കളഞ്ഞു. ഞാൻ കൂടി അങ്ങോട്ട് വന്നാലോ? അഗസ്ത്യ തന്റെ മുഖത്ത് പറ്റിയ വെള്ളത്തുള്ളികൾ ഒപ്പിക്കൊണ്ട് ചോദിച്ചു. എന്തിന്? നിന്നെ ഇങ്ങനെ കാണുമ്പോഴേ എന്താണെന്നറിയില്ല, ആ ത്രില്ലിങ്ങനെ കൂടി കൂടി വരിക. മോന് കുഞ്ഞൂന് കളിയൊക്കെ മതിയാക്കിയേ ഇവിടെ നിന്ന് പോവാൻ നോക്ക്. ഇല്ലെങ്കിലേ രാത്രിയിൽ അവരൊക്കെയും വരുമ്പോഴേ സാറിന് ത്രില്ല് ഉരുട്ടി പ്ലേറ്റ് വെച്ച് കൊടുക്കേണ്ടി വരും. ദിശ പറഞ്ഞു. അത് പോയിന്റ്, അക്കാര്യം ഞാൻ മറന്നു. പിന്നെ നമ്മുടെ ഷിബുവിനെ ഞാനൊരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട്, അഗസ്ത്യ പറഞ്ഞു. ആണോ? എന്നാ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർക്ക് ഞാനൊരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. ദിശയാണിത് പറഞ്ഞത്. നിന്റെ കൂട്ടുകാരിയെ കൊണ്ട് ഐ ലവ് യു പറയിപ്പിക്കുക അല്ല നിന്റെ സർപ്രൈസ്. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാ മോളെ എന്നും പറഞ്ഞ അഗസ്ത്യ പോകുന്ന ദിശ വാപ്പൊളിച്ചു നോക്കി നിന്നു. ദിശ നിധിയെ കുളിപ്പിച്ച് തലയും മേലൊക്കെയും തുടച്ച് മുറിയിലേക്ക് നടന്നു. ദിശ കുഞ്ഞിനെ ബെഡിലിരുത്തി ഉടുപ്പിട്ട് കൊടുത്ത് മുടി ചീകുന്നതിനിടെയാണ് അഗസ്ത്യ അങ്ങോട്ട് വരുന്നത്. കുനിഞ്ഞു നിൽക്കുന്ന അവളുടെ പിറകിലൂടെ വന്നു അവളുടെ വയറിൽ വട്ടം ചുറ്റി പിടിച്ചു. 4-5 വട്ടം കറക്കിയതും ബെഡിലിരിക്കുന്ന നിധി അത് കണ്ട് കുഞ്ഞിപ്പല്ല് കാട്ടി കുലുങ്ങിച്ചിരിച്ചു. സച്ചോട്ട് എന്തായി കാണിക്കുന്നേ? താഴെ ഇറക്ക്. അവന്റെ പ്രവൃത്തി കണ്ട് അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുവിൽ അവൻ അവളെ താഴെ ഇറക്കിയതും അവൾ അവനെ ഓർപ്പിച്ചു നോക്കി അവനിൽ നിന്നും അടർന്നു മാറാനൊരുങ്ങി. അന്നേരം അവൻ അവളുടെ ഇടുപ്പിൽ പിടിമുറുക്കി ഒന്നുകൂടെ തന്നോടടുപ്പിച്ചു. അവളുടെ അതരങ്ങളെ തന്റെ ചുണ്ട് ചേർത്ത് വെക്കാനൊരുങ്ങവേ അവൾ എന്തോ പറയാനൊരുങ്ങി. ആ നിമിഷം അവൻ അതിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിന് കുറുകെ തന്റെ വിരൽ വെച്ചു. ദിശ, ഇതെന്റെ അവകാശമാണ്, എന്റെ മാത്രം അവകാശം. തന്റെ അതരങ്ങളാൽ അവളുടെ അതരങ്ങളിൽ തഴുകിക്കൊണ്ടവൻ പറഞ്ഞു. ചേട്ടാ, അത് പിന്നെ ഞാൻ ആകെ വിയർത്തിരിക്കുക, വിടുന്നേ. വിയർത്തോട്ടെ, നിന്റെ ഈ വിയർപ്പിന്റെ ഗന്ധം
അതിനോളം സുഗന്ധം ഒരു പെർഫ്യൂമിലും ഞാൻ കണ്ടിട്ടില്ല. നിന്നിലെ ഈ ഗന്ധം അതൊരു ലഹരിയായി എന്റെ സിരകളിലേക്ക് ഇങ്ങനെ പടർന്ന് കയറിക്കൊണ്ടിരിക്കുക. ഈ ലഹരിക്കൊരു മറുലഹരിയില്ല ദിശ. അവളുടെ കഴുത്തിടക്കിലേക്ക് മുഖം പൂഴ്ത്തി അവളിലെ ഗന്ധം ആഞ്ഞു ശ്വസിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അതവളിൽ നാണം നിറച്ചു. അവൾ അവന്റെ മുഖത്ത് നോക്കാനാവാതെ മുഖം തിരിഞ്ഞു നിന്നതും അവൻ അവളുടെ പിന്നിലൂടെ വന്ന് അവൾ ആഞ്ഞു പുലുകി. ഒന്നുകൂടെ അവളിലെ ഗന്ധം ആവാഹിച്ചു. അന്നേരം അവൾ അവന് നേരെ തിരിഞ്ഞു വേണ്ടെന്ന പോലെ ചിണുങ്ങി. ദിശ, നീ കേട്ടിട്ടില്ലേ അനശ്വരമായ ലൈല മജ്നു പ്രണയകഥ? മജ്നുവിന്റെ സൗന്ദര്യം കാണണമെങ്കിലേ അതേ ലൈലാന്റെ കണ്ണി കൂടി കാണണം. അതുപോലെ എന്റെ ഈ വിയർപ്പിന്റെ സുഗന്ധം തിരിച്ചറിയാൻ എന്റെ നാസികയിലൂടെ മണത്തു നോക്കണം. അതും പറഞ്ഞ അഗസ്ത്യ അവളുടെ താടി പിടിച്ചുയർത്തി പിടക്കുന്ന അവളുടെ മിടികളിലെ നാണം അതിവരുവോളം നോക്കി നിന്നു. അടുത്ത നിമിഷം അവന്റെ അതരങ്ങൾ അതിനീനയുമായി കൊഴുത്തു. ദീർഘ ചുംബനത്തിനിടയിൽ അവന്റെ കൈകളാൽ അവളുടെ സാരി മുഴുവനായും തറയിലേക്ക് ഊർന്നു വീണു. ചുംബനത്തിന്റെ രസച്ചരട് മുറിയാതെ അവന്റെ കൈകളാൽ അവളുടെ മേനിയിൽ പ്രണയകാവ്യങ്ങൾ രചിച്ചു. വിധിയെക്കുറിച്ച് ഓർമ്മ വന്നതും ഇരുവരും അതരങ്ങൾ വേർപെടുത്തി കുഞ്ഞിലേക്ക് നോട്ടം പായിച്ചു. കുഞ്ഞാണെങ്കിൽ ഇതെന്തുവാ രണ്ടും ഈ കാണിക്കുന്നത് എന്ന പോലെ അവരെ നോക്കി നിൽക്കുന്നുണ്ട്. ദിശ കുനിഞ്ഞുകൊണ്ട് തറയിൽ വീണിക്കിടക്കുന്ന സാരി എടുക്കാൻ നോക്കിയെങ്കിലും അവൻ അതിനു മുൻപേ അത് കൈക്കലാക്കിയിരുന്നു. ദിശ ദയനീയമായി അവനെ നോക്കി. അന്നേരം അവനവളെ നോക്കി വല്ലാത്ത ഭാവത്തിൽ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു. ചെല്ലി മോളെ ഉറക്കാൻ നോക്ക്. എന്നിട്ടേ ഇതേ കോലത്തിലെ നമുക്കൊരു ടുഗദർ ബാത്ത് അങ്ങ് പാസ്സാക്കാം. ഒരു മിനി റൊമാൻസ്, ഫുൾ റൊമാൻസ് നമുക്ക് രാത്രിയേക്ക് മാറ്റിവെക്കാം. പിന്നെ ഇന്ന് നിന്റെ അമ്മയെ നിർബന്ധിച്ച് ഇവിടെ നിർത്തണം. മോളെ അമ്മയുടെ കൂടെ കിടത്തിയാൽ മതി കേട്ടോ. മോളെ അമ്മയുടെ കൂടെ കിടത്തിയാൽ മതി. അഗസ്ത്യയുടെ പറച്ചിൽ കേട്ട് അവൾ കിളിപ്പോയ ഭാവത്തിൽ അവനെ ഒന്ന് നോക്കി. അപ്പൊ ഇയാള് രണ്ടും കൽപ്പിച്ചു തന്നെയാ എന്ന് മനസ്സിൽ പറഞ്ഞ ദിശ ബെഡിനരികിലേക്ക് നടന്നു.